ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ല, നല്ലൊരു വെയിൽ കാണാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് പൊളിച്ച് വെച്ച തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്, വീടിൻ്റെ ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ അവിടെയാണ് കുറച്ച് വെയിലൊക്കെ കിട്ടുക. അടിഭാഗത്തൊന്നും നമുക്ക് വെയിൽ കിട്ടില്ല കേട്ടോ. അത് കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള കാരണം അങ്ങനെ കുറച്ച് മുകളിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഒരുപാട് അങ്ങ് കൊണ്ടുപോയിട്ടിട്ടില്ല കേട്ടോ, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ കേടുന്നത് പോകുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വിറകടുപ്പിൽ കുറച്ച് ചോറൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ മാറ്റി തീയും അതിലത്തെ വെണ്ണീറും എല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പ്. അതിലേക്കും കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രാത്രി ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അടർന്ന് കിട്ടും. ആ സമയത്താണ് നമ്മളെ മുകളിലേക്ക് നോക്കിയത് കേട്ടോ. മുകളിൽ ഫുള്ളും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ, വീട് പണി കാരണം. അപ്പോൾ അതിമൊക്കെ നന്നായി കായ പിടിച്ചിട്ടുണ്ട്, നല്ല മഴയൊക്കെ കിട്ടിയ കാരണം. അങ്ങനെ പകുതി മാത്രമേ നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ചാൽ ഇതുപോലെ മണ്ണൊന്നും ആവാതെ നല്ല ഒരു പാത്രത്തിൽ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളവും നമുക്ക് ആവശ്യമാണല്ലോ. തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കും കേട്ടോ. നല്ല നമ്മൾ കെമിക്കലൊന്നും ഇല്ലാത്ത വെള്ളം കിട്ടണമെങ്കിൽ തേങ്ങാ വെള്ളം തന്നെ വേണമല്ലേ. ഒരുപാട് ഹെൽത്തിയുമാണ്. നല്ല മഴയുള്ള സമയത്ത് തേങ്ങ ഉണക്കാറ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെ വിറകടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കിയും കൊണ്ട് നല്ല ടെൻഷനാണ് കേട്ടോ. തേങ്ങ വെയിലത്തിട്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ, മഴക്കാലം കൂടിയല്ലേ. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള വീടിൻ്റെ മുകളിലും ഒക്കെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. നമ്മളെ ടെറസിൻ്റെ മുകളിലാണ് ഇത് കൂടുതലും. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി ഉണ്ടാവുക. അത് കാണുമ്പോൾ നല്ല സന്തോഷമാണല്ലേ. നല്ല ടേസ്റ്റും ഉണ്ട്, റെഡ് കളറാണ് കേട്ടോ നമ്മുടെ ഡ്രാഗന്. അതിന് ശേഷം ഞാൻ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്, നമ്മളെ ചായ മനസ്സാറിന് ചീര എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞ് കൊടുത്ത് ഇന്ന് അടിപൊളിയൊരു കറി വെക്കാം കേട്ടോ. വറുത്തരച്ച കറിയാണ്. അതിന് വേണ്ടി അത്യാവശ്യം ഒരു കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. പരിപ്പും വലിയ ഉള്ളിയും എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പ് ഇതുപോലുള്ള എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ ജീരകം എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു തിക്കോട് കൂടിയുള്ള കറിയുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ദോശയിലേക്ക് വേണമെങ്കിൽ എടുക്കുക, ചോറിലേക്കും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ചീരക്കറി പറയുമ്പോൾ അത്രയും ഹെൽത്തി ആയൊരു കറിയാണല്ലോ നമുക്ക്. വൈകുന്നേരം നല്ല എന്താ പറയുക, മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ, നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.